ഇന്നിപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നെല്ലിക്ക പുളിങ്കറിയാണ്. നെല്ലിക്ക പുളിങ്കറി വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നെല്ലിക്കയുടെ സവിശേഷതകളൊക്കെ നമുക്കറിയാം. അത് തിന്നാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതിങ്ങനെ പുളിങ്കറി രൂപത്തിലാക്കിയാൽ നമ്മുടെ കുട്ടികളടക്കം അത് ധാരാളം കഴിച്ചോളും. ആവശ്യത്തിന് വിറ്റാമിനുകളും അയണും എല്ലാം അടങ്ങിയതാണ് നെല്ലിക്ക എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം നെല്ലിക്കയാണ്. ഈ നെല്ലിക്കയാണ് പൊടിയായിട്ട് ഞാൻ പൊടിച്ചെടുത്തു. അതിന് ചെയ്തത് എൻ്റെ കയ്യിൽ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ചതയ്ക്കണ കല്ലുണ്ട്. അപ്പോൾ ഓരോ നെല്ലിക്കയും അതിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുമേന്ന് അത് വിട്ട് കിട്ടും. അതിന് ഞാൻ ഇതെല്ലാം കൂടി അങ്ങനെ വിട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. പക്ഷെ അതിന് സമയം എടുക്കുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെജിറ്റബിൾ കട്ടറുണ്ട്. അതിനകത്തേക്ക് ഇട്ടിട്ട് 2 അടി അടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ചെറുതായി നുറുങ്ങി കിട്ടി. ഇതിനെ ഞാൻ ഒരു മൺചട്ടിയിൽ, നെല്ലിക്ക നമുക്കറിയാം ഇരുമ്പ് തൊടാൻ പാടില്ല, കറുത്ത കളറായിപ്പോവും. അപ്പോൾ ഒരു മൺചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം, വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടം ഇപ്പോഴും വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് ഞാൻ നന്നായിട്ട് അല്പം ഉപ്പും കൂടി തിരുമ്മി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഏതാണ്ട് ഒരുവിധം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു, അതങ്ങനെ മാറ്റി വെച്ചു. ഇനി വേണ്ട സാധനങ്ങൾ എന്ന് പറയണത് കണ്ടോ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ പച്ചമുളകും ഇതേപോലെ തന്നെ ഞാൻ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ട് പതുക്കെ പൊടിച്ചെടുത്തു. അതൊക്കെ അരിയുമ്പോൾ കൈക്ക് പുകച്ചിലും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിൽ വെച്ചിട്ട് ചെയ്തത്. അതൊക്കെ പൊടിച്ചു വെച്ചു. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ശർക്കരയാണ്. അതും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു ചീനച്ചട്ടി, ഞാനിപ്പോഴും ഇതൊക്കെ മൂപ്പിക്കാൻ ഉപയോഗിക്കുക നോൺ സ്റ്റിക്കർ തന്നെയാണ്. അപ്പോൾ അതാവുമ്പോൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കർ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ആദ്യം തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുകയാണ്. 3/4 കിലോ നെല്ലിക്ക ഉള്ളതുകൊണ്ട് കടുക് ഇച്ചിരി കൂടുതൽ തന്നെ നമുക്കിടാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തെറിച്ച് പോകാതിരിക്കാൻ പതുക്കെ ഒന്ന് മൂടി കൊടുക്കാം. കടുക് അതാണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ടു. ആ മൂടിയ പാത്രത്തിൽ നിന്ന് കുറച്ച് 2 തുള്ളി വെള്ളം തെറിച്ചു. അതാണ് ഇത്ര പൊട്ടൽ വരുന്നതിൻ്റെ കാരണം. ഉലുവ ഇട്ടു. ഉലുവയും ഒന്ന് പാകായി വന്നപ്പോഴേക്കും ഈ പൊടിച്ച് വച്ചേക്കണ ചേരുവകളെല്ലാം കൂടി ചേർക്കുകയാണ് അതിനകത്തേക്ക്. നന്നായി മുരിങ്ങയൊക്കെ
പച്ചമുളകിൻ്റെ ഒക്കെ ചുട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചമുളക് ഇഞ്ചിയൊക്കെ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അതാണ് അതിൻ്റെയൊക്കെ ചുറ്റും മൂക്കിലേക്ക് തന്നെ കയറണം. നന്നായിട്ട് മൊരിയാൻ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം. നന്നായിട്ട് മൊരിയട്ടെ. ഒരു തമ്മൊഴി അതിൻ്റെ പച്ചക്കൂട്ടാൻ മാറി ഈ പതുക്കെ കുറച്ച് വയ്ക്കുകയാണ്. ഇതിലേക്ക് ഒരു മഞ്ഞളും മുളകുമാണ് ഇടേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. എനിക്ക് ഇഞ്ചിക്കറിയിലും ഇവയൊക്കെ പുളിങ്കറിയിലൊക്കെ ഇച്ചിരി മുളക് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അത് പതുക്കെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് മുരിയട്ടെ. നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ്, എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. ഞാനെപ്പോഴും വറക്കണ സാധനങ്ങളൊക്കെ മുരിക്കണ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോൺ സ്റ്റിക്കറിൽ വെച്ചാണ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായം, ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടു.
ഇതേതാണ്ട് പാകമായി. ഇനി ഇതിനെ നമ്മൾ ചട്ടിയിൽ നെല്ലിക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഈ മിക്സ് ഇടുകയാണ്. ശരിക്കും മിക്സ് ചെയ്തു. ഉപ്പ് നമുക്ക് ഇപ്പം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നെല്ലിക്കയിൽ നമ്മൾ ഉപ്പിട്ടേക്കുന്നതാണ്. ഇതിനകത്തേക്ക് നേരത്തെ ചിരവി വെച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ, അതും നമുക്ക് ശ്രദ്ധിക്കാം. ഷുഗർ രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ആവശ്യം പോലെ ശർക്കര ഇടുന്നത് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പം വാളംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ച് അത് പിഴിഞ്ഞെടുത്ത വെള്ളം. ഈ വെള്ളം ഒരു 4 കപ്പ് ഒഴിക്കാം. 4 കപ്പ് പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി നല്ല തീയിൽ നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം പോരാതെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പുളിവെള്ളം തന്നെ ഇനിയും വേണമെന്നില്ല, വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. തിളക്കാൻ ഇത്തിരി സമയമെടുക്കും. അല്പം കൂടി വെള്ളം ഒഴിക്കാൻ തോന്നും, കാരണം പച്ചനെല്ലിക്ക ആയതുകൊണ്ട് നെല്ലിക്കയിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങും, എന്നാലും കുറച്ചുകൂടി വെള്ളമാവാം. പുളിവെള്ളം കുറച്ചുകൂടി ബാക്കിയിരിക്കുന്നുണ്ട്, ഞാൻ അതും കൂടി അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വരേണ്ട കാര്യമുള്ളൂ. സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പും മധുരവും പുളിയും എല്ലാം പാകമാണോ എന്ന് നോക്കാം. നോക്കാം എല്ലാം പാകമാണോന്ന്. ഇപ്പം ഉപ്പ് കുറവുണ്ട്,
എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് കുറച്ചും കൂടി ശർക്കര ഇടുന്നത് ഇഷ്ടമാണ്. എനിക്ക് ഷുഗർ ഇല്ലാത്തത് കൊണ്ട് അത് കുഴപ്പമില്ലാതാണ്. പുളിയും മധുരവും എല്ലാം ഇച്ചിരി കൂടുതൽ വരുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എന്തായാലും കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ നെല്ലിക്ക തിരുമ്മി വയ്ക്കണം. ഉപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാമല്ലോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അല്പം ശർക്കരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ നെല്ലിക്ക പുളിങ്കറി റെഡിയാണ്. ഇത് നല്ല അടപ്പുള്ള കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ല, എല്ലാം തന്നെ നെല്ലിക്ക മാത്രമേ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. ബാക്കി പച്ചമുളകായാലും ഇഞ്ചി ആയാലും എല്ലാം എൻ്റെ പറമ്പിൽ നിന്ന് തന്നെയാണ്. മുളകായാലും മഞ്ഞൾപ്പൊടി ആയാലും എല്ലാം ഞാൻ തന്നെ ഉണക്കി പൊടിച്ചെടുത്തത് കൊണ്ട് ഇതിനകത്തൊരു മായമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മുടെ നെല്ലിക്ക കറി റെഡി. വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൽ ഒഴിച്ചു കൂട്ടാൻ വരെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇഞ്ചിക്കറി പോലെ കുറച്ചും കൂടി കുറുക്കി എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ വെച്ച് നമുക്ക് അച്ചാറിന് പകരമോ തൊടുകറിയായിട്ടോ അങ്ങനെ ഉപയോഗിക്കാം. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഗുണം കൊണ്ടും ടേസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാവരും ഒന്ന് രുചിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യം സംരക്ഷിക്കാനും നല്ലതാണ്. ഓക്കെ, താങ്ക് യു.